എനിക്ക് ജയിക്കണോടാ, ജയിച്ചേ പറ്റൂ. ഞാൻ സ്കൂളിൽ പോയത് തന്നെ വലിയ കാര്യം. അകത്ത് കയറാൻ സമ്മതിക്കില്ലായിരുന്നു. കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇത്രയും ദൂരം വന്നതിന് വലിയ കഥയുണ്ടടാ. നീ ഇവിടെ നിന്ന് പോയിരുന്നെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയേനെ. ഡിഗ്രി എടുക്കണം, ഇവിടുന്ന് തന്നെ ജോലി വാങ്ങിക്കണം, അതായിരിക്കണം ഇനി ഫോക്കസ്. നല്ല തീരുമാനമാടാ. നമ്മളിനി പ്ലാൻ ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് പോകും. എന്താടാ ഞാൻ പോയാ നീയും പോവെന്ന് പറഞ്ഞേ? നിനക്ക് ഒരു പേപ്പറല്ലേ പോയുള്ളൂ, എനിക്ക് 3 പോയായിരുന്നു. ചേട്ടാ വാ വാ തുടങ്ങിക്കോളൂ. ശരി ശരി. ഇവിടെ 1 മാസം ജോലി ചെയ്യണം, എന്നിട്ട് കിട്ടുന്ന പൈസ വെച്ച് ഫീസ് അടക്കണം. ബാക്കിയുള്ള കാശ് വെച്ച് ഗൈഡും ബുക്കൊക്കെ വാങ്ങിക്കണം. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ? വീട്ടിലിപ്പോൾ എന്താ പറയുക? കമ്പൈൻ സ്റ്റഡി എന്ന് പറയാം. വിക്കി, എന്താ സാർ? സോറി സാർ. ഗുഡ് മോർണിംഗ് സാർ. സാറ് വന്നില്ലേ സാറേ? അച്ഛനിപ്പോൾ തീരെ വയ്യാതിരിക്കുക. അയ്യോ, എന്തു പറ്റി? അച്ഛൻ ഇനി ഓഫീസിലേക്ക് വരുന്നില്ല, ഞാനായിരിക്കും നോക്കുന്നത്. ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞേക്ക്. അച്ഛനൊരു നല്ല ആളാ സാറേ. മകൻ്റെ കോളേജ് സീറ്റ് പോലും സാറാ റെക്കമെൻഡ് ചെയ്തേ. സാറേ, പിന്നെ ആ കമ്പ്യൂട്ടർ നിങ്ങളാണ് അവിടെ വയ്ക്കാൻ പറഞ്ഞത്? അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇനി അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. സിസ്റ്റത്തിൽ എങ്ങനെയാ സാറേ? ടാലി ഉണ്ടല്ലോ, ടാലിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി. ടാലിയൊന്നും എനിക്കറിയില്ല സാറേ. ഒരു മാസം സമയം തന്നു. ടാലി പഠിച്ചില്ലെങ്കിൽ ജോലിക്ക് വരെ ആളെ വെക്കുന്നു പറഞ്ഞു. അച്ഛാ, ടെക്നോളജി മാറി വരുമല്ലേ, നമ്മളും അപ്ഡേറ്റ് ആവണ്ടേ? ഞാൻ എങ്ങനെയാ ഈ വയസ്സിൽ ഇതൊക്കെ പഠിച്ചെടുക്കുന്നത്? അച്ഛാ, ഒന്നുമില്ല, അച്ഛനെ കൊണ്ട് പറ്റും. ഓക്കെ, എപ്പോഴും പോരട്ടോ. ശരി ഏട്ടാ. ഓക്കെ. അമ്മയുടെ ഭർത്താവ് പൊളിച്ചെടുക്കി. എന്താ? ടാലി എക്സാമിൽ പാസ്സായി. അമ്മയ്ക്ക് കൊടുക്കച്ചാ. അച്ഛാ, സൂപ്പർ അച്ഛാ. പ്രഭു, ഒന്ന് മേലെ വരൂ. എന്തേലും ജോലി ചെയ്യുന്നുണ്ടോ നീ? ഇല്ലച്ചാ. മെഷീന്റെ വാസന എനിക്കും അറിയാം മോനെ. ഇല്ലച്ചാ, ബുക്ക് വാങ്ങാൻ പൈസ വേണമായിരുന്നു. അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചാ. ഞാനും ഫാക്ടറിയിൽ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. 17 വർഷം. ബിസിനസ്സുകൾ ഓരോന്നായി ചെയ്ത് കുറെ കടം ഉണ്ടാക്കി എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ എനിക്ക് 17 വയസ്സുണ്ടായിരുന്നു. എൻ്റെ അനിയൻ, എൻ്റെ അനിയത്തി, അവരെല്ലാം ചെറിയ കുട്ടികളായിരുന്നു. കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫാക്ടറി ജോലിക്ക് പോയത്. അവരൊക്കെ പഠിച്ച് ജീവിതത്തിൽ നല്ല നിലയിലെത്തി. എനിക്ക് മാത്രം പഠിക്കാൻ കഴിഞ്ഞില്ല.
എനിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിക്കരുത് മോനെ. നീ നന്നായി വരണം. അച്ഛനെ പോലെ ആവാൻ പാടില്ല. അച്ഛാ, ഞാൻ നീ നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങണം. ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട, ഞാനുണ്ട്. സാറേ, പെൻഡിങ് റിട്ടേൺസ് എല്ലാം ഫയൽ ചെയ്തു. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാർ. വിഷമിക്കണ്ട സാറേ. സാറേ, പിന്നെ വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ബാങ്ക് ലോണല്ലേ? അതെ സാർ. ശരിയാക്കാം. ഓക്കെ സാർ. ഒരു കാര്യം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ, ജനുവരിക്കുള്ളിൽ രജിസ്ട്രേഷൻ നടക്കണമെന്ന്. 3 ദിവസമായിട്ട് ഉറങ്ങാണ്ട് ജോലി ചെയ്യല്ലേ, കണ്ണൊക്കെ വല്ലാണ്ടായിരിക്കണം. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്താ പറയുന്നത്? അതല്ല ഞാൻ. ഈ വീട്ടിൽ ആർക്കും എന്നെ മനസ്സിലാവില്ല. നിങ്ങൾ ഈ കാപ്പി ഒന്ന് കുടിക്കേ. കാപ്പി വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ടാ നിങ്ങൾ ഈ ദേഷ്യപ്പെടുന്നത്? ഞാൻ എന്താ പറഞ്ഞ, നീ എന്താ ചോദിച്ചോണ്ടിരുന്നത്? അതല്ല ഞാൻ പറഞ്ഞ്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാം. നീ ഇങ്ങനെ തന്നെയാ, ഒന്നും സംസാരിക്കാറില്ല. പ്രഭു, അച്ഛൻ വീണടാ, ഒന്ന് വേഗം വന്നേ. അച്ഛാ, മൈൽഡ് ഹാർട്ട് അറ്റാക്ക്. ഡോണ്ട് വറി, രക്ഷപ്പെടുത്താം. ഹാർട്ട് അറ്റാക്കോ? ഡോക്ടർ കുഴപ്പമൊന്നുമില്ലല്ലോ. കാണുന്നു വാ. വീട്ടിൽ മുതിർന്നവരാരുമില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ. ഫസ്റ്റ് അറ്റാക്ക്. ആൾക്ക് 2 മൈനർ ബ്ലോക്ക് ഉണ്ട്. സർജറി വേണം. ഇപ്പോഴേ ചെയ്താൽ സേഫാ. ചെയ്യാം ഡോക്ടർ. ഗുഡ് ദെൻ. അവർ പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരും. കൺസെൻറ്റ് സൈൻ ചെയ്യണം. ഓക്കെ? ഒന്നുമില്ല, കുഴപ്പമില്ല. ഒന്ന് ചിരിച്ചിരിക്കെ. എന്തേലും കഴിച്ചോ? അമ്മയെ കൊണ്ടുപോയി എന്തേലും കഴിക്കുമോളെ? അമ്മേ, എനിക്ക് വേണ്ട. നീ ചെല്ല്. പ്രഭു, അച്ഛാ, ഒരുപാട് കാശ് പോയോ? അച്ഛനിപ്പോ ഓക്കെ ആയില്ലേ? അത് മതി. പറയേ. എത്ര ചെലവായി എന്നാ ചോദിച്ചേ? സർജറി ചെയ്യാനല്ലേ അച്ഛാ? എല്ലാം നന്നായി നടന്നില്ലേ? പിന്നെ പൈസ അത് ഞാൻ. മുഴുവൻ പൈസയോ? ഇറ്റ്സ് ഓക്കെ അച്ഛാ. അത് സാരമില്ല അച്ഛാ.